ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്താ തന്റെ ഉദ്ദേശം? അതെ, പ്രിയങ്കയെ തിരിച്ചു കൊണ്ടുവന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക. അവളെ വീണ്ടും എന്റെ തലയിൽ കെട്ടിവെക്കാനാണോ? പ്രിയങ്ക ഭാര്യയല്ലേ? നോക്ക്, ഇനി കണക്കുകൾ നമ്മൾ തമ്മിൽ പറയരുത്. തന്റെ തീരുമാനം എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്ത് തീരുമാനം? എന്നോടൊപ്പം താൻ ജീവിക്കാൻ തയ്യാറാണോ അല്ലയോ? എത്ര തവണ ഞാനത് പറഞ്ഞു? നോക്ക് രാധിക, താനും ആറ്റുവാശ്ശേരിയിലെ മുഴുവൻ ആളുകളും വിചാരിച്ചാലും പ്രിയങ്കയെ സ്വീകരിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. ഞാനത് ചെയ്യില്ല. പിന്നെ ഒരുപാട് എന്നെ നിർബന്ധിച്ച ഞാൻ അങ്ങ് എന്തെങ്കിലും ചെയ്ത് അങ്ങ് അവസാനിക്കും. പിന്നല്ലാതെ എടോ, എനിക്ക് മനസമാധാനത്തോടെ കുറച്ചു കാലങ്ങളിൽ ജീവിക്കാൻ പറ്റിയില്ലെങ്കിലേ, എന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ലെങ്കിലേ, പിന്നെ ചാവുമല്ലാതെ വേറെന്താ ചെയ്യാ? എടോ, ഞാൻ എപ്പോഴും പറയുന്നതാ, ഉള്ളിലുള്ള സ്നേഹം ആർക്കു വേണ്ടി മറച്ചു വെക്കരുത്. സംസാരിച്ചിട്ട് പോയാ മതി. ഞാനിങ്ങനെ കൺമുന്നിലുള്ളതാണ് വരേണ്ട പ്രശ്നമെങ്കിൽ ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടേലും പോകും. ഈ മറുപടി അല്ല എനിക്ക് കേൾക്കേണ്ടത്, കേട്ടല്ലോ? അധികം നമ്മുടെ മുമ്പിലൂടെ കാർ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. എല്ലാ ആഗ്രഹങ്ങളും അവസാനിക്കുന്നവരെ ഇങ്ങനെ ഒളിച്ചും മറിഞ്ഞു ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റുമോ? ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെയും ഞാൻ തന്നെ സ്നേഹിക്കേണ്ടത് അത് താണെന്ന് പറഞ്ഞതാ. നോക്ക്, തന്റെ തീരുമാനം വൈകുന്ന ഓരോ നിമിഷവും ഞാൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. എടോ, നമുക്ക് എല്ലാവരുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം. ഇത്രയും കാലം സംഭവിച്ചതെല്ലാം പറയാം. നോക്ക്, താനൊരു യെസ് പറഞ്ഞ മാത്രം മതി. നിന്റെ ഈ കരച്ചിലിന്റെ ആഴമുണ്ടല്ലോ, അത് മുഴുവൻ എന്നോടുള്ള സ്നേഹമാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്നോടെങ്കിലും ഒന്ന് സംസാരിക്കരുത്. എനിക്ക് കുറച്ചു നാളോട് ജീവിക്കണമെന്നുണ്ട്. ഇതിങ്ങനെ തുടർന്നാൽ ഞാനായിരിക്കും ആദ്യം മരിക്കുക.